ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, ഞാൻ ദിയ ഫാത്തിമയുടെ വീട്ടിലോട്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദിയ മോളുടെ ഉപ്പ വയ്യാതിരിക്കുകയാണല്ലോ, അപ്പോൾ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഉപ്പ ഡിസ്ചാർജൊന്നും ആയിട്ടില്ല, ഭയങ്കര പരുക്ക് തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ദിയയുടെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു ഒരു ദുഃഖിക്കുന്നൊരു എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് ഭയങ്കര വിഷമം തോന്നി. ആ ഒരു ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അത് ഞാൻ ആ ഒരു വീഡിയോ കാണുകയും ചെയ്തു. അപ്പോൾ വേറെ ആരുമല്ല, കൂൾ ഗ്രേപ്പ് എന്ന് പറഞ്ഞൊരു ചാനൽ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചാനൽ തന്നെയാണ്. ജുനൈദിൻ്റെ ഒപ്പം നടക്കുന്ന ആൾ എന്താണ്, ദിയ ഫാത്തിമയുടെ ഇതൊക്കെ അന്വേഷിക്കാൻ ജുനൈദിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ശരിയാണ്, നല്ല നല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിയയുടെ വീട്ടിൽ പോയിട്ടും എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദിയയുടെ ഉമ്മ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്, നല്ല കാര്യം തന്നെ. അപ്പോഴൊക്കെ കൂൾ ഗ്രേപ്പിനോടൊരു ബഹുമാനം, ഒരു ആരാധനയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജുനൈദിനെ പോലെ തന്നെ നല്ല ഇതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആൾ, എന്താണ്, ദിയ മോളെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നൊരു നിലയ്ക്ക് കൂൾ ഗ്രേപ്പിന് ഒരു ബഹുമാനവും ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് കൂൾ ഗ്രേപ്പ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്താണ് ഉമ്മ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, തമ്പനയിലൊന്നും വീഡിയോ ഒന്നും ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തമ്പനയിൽ ഒരു ഇതും വെച്ച് വീഡിയോ മറ്റൊന്നും വെച്ചിട്ട് ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്ന് ഈ പറഞ്ഞ കൂൾ ഗ്രേപ്പ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ തമ്പനയിൽ ഒരെണ്ണം അതുപോലെ തന്നെ വീഡിയോ മറ്റൊന്നും വെച്ചൊന്നും ചെയ്യരുത്, അത് ശരിയായ കാര്യമല്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഉപദേശിച്ച ആളാണ്. ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞത്. നമ്മളോട് ഉപദേശിക്കുന്ന ആൾ തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല കാര്യമാണെന്ന് കൂൾ ഗ്രേപ്പിന് തോന്നുന്നുണ്ടോ? അപ്പോൾ ആ ഉമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ ഞാൻ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഇത് എന്താണെന്നുള്ളത് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്, ഞാനൊന്ന് വായിച്ചും കേൾപ്പിച്ചു തരാം. ദിയ ഫാത്തിമയെ പോലൊരു കുട്ടി തിരുവനന്തപുരത്ത് രണ്ടാനച്ഛൻ്റെ, ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ കൂൾ ഗ്രേപ്പ് ഇട്ട തമ്പനയിലാണ് കേട്ടോ. അപ്പോൾ ഞാനത് സൈഡിൽ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറ്റാത്തവർക്ക് ഞാൻ വായിച്ചു തരാം കേട്ടോ. ദിയ ഫാത്തിമയെ പോലൊരു കുട്ടി തിരുവനന്തപുരത്ത് രണ്ടാനച്ഛൻ്റെ കൊടും പീഡനങ്ങൾക്കിരയായിട്ടും പ്രതിയെ പോലീസ് വെറുതെ വിട്ടതെന്തിന്? ചൈൽഡ് ലൈനിന് പോലും വില കൽപ്പിക്കുന്നില്ല എന്നാണ് തമ്പനയിലിട്ടിരിക്കുന്നത്. പക്ഷെ അതിനുള്ളിലുള്ള വീഡിയോ എന്താണെന്നറിയോ? ഇതിൽ ഈ ഒരു വീഡിയോയ്ക്ക് ദിയ ഫാത്തിമയെ പോലെ ഒരു കുട്ടി എന്തിനാണ് ഈ കൂൾ ഗ്രേപ്പ് ഇട്ടത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ദിയ ഫാത്തിമയുടെ എന്താണ് തമ്പനയിൽ ഇടേണ്ട യാതൊരു കാര്യമില്ല. ശരി, തിരുവനന്തപുരത്ത് ഒരു കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് തമ്പനയിൽ ഇടാലോ. അപ്പോൾ കൂൾ ഗ്രേപ്പ് എന്തിൻ്റെ ഇതിലാണ് ദിയ ഫാത്തിമയെ ഇതിൽ ഇട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ദിയ ഫാത്തിമയെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ വീഡിയോയിൽ അത് ഇടുക. അപ്പോൾ ജുനൈദ് അതിനുള്ളത് നമുക്ക് അപ്പപ്പുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം തരുന്നുണ്ട്. അപ്പോൾ ഈ കൂൾ ഗ്രേപ്പ് അതിനിടയ്ക്കൂടെ വേറെ ഏതോ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇതും കൂടെ ചേർത്തിട്ടത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ആ വീഡിയോയിൽ ദിയ ഫാത്തിമയുടെ യാതൊരു ഇതും വരുന്നില്ല. അതിനകത്ത് ആ വീഡിയോക്കകത്ത് ദിയ ഫാത്തിമയുടെ ദിയ ഫാത്തിമയുടെ ഒരു പേര് പോലും വരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കൂൾ ഗ്രേപ്പ് ജുനൈദിൻ്റെ അല്ല, ദിയ മോളുടെ പേര് ഇതിനകത്തോട്ട് ഇട്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്നെ പഞ്ഞിക്കിടാൻ വന്നിട്ടൊന്നും കാര്യമില്ല. എന്നെ പോലെ തന്നെ എല്ലാവരും ഇതായിരിക്കും വിചാരിക്കുന്നത്. കൂൾ ഗ്രേപ്പ് ശരിയാണ്, ദിയ ഫാത്തിമയുടെ ഇതാണിത്, നമുക്ക് ആ ഒരു ഇത് വരുമ്പോൾ അത് ഇടാം, ആ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ഇടാം. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ന്യൂസിൻ്റെ കൂടെ ദിയ ഫാത്തിമ എന്ന് വലിച്ച് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്, അതെന്തിനാ കുറേ യൂട്യൂബർമാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അതിനൊരു വീഡിയോ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു ഇത് കാണുമ്പോഴുള്ള അപ്പോൾ എന്താണ്, ജുനൈദ് പറഞ്ഞ അദ്ദേഹത്തിനും എത്രമാത്രം ഇത് തോന്നും, വേദന തോന്നും. അദ്ദേഹം
ആ അപ്ഡേഷൻ ഓരോ സമയത്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുക, ഇപ്പോൾ എന്താണ് കൂൾ ഗ്രേപ്പിന് ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കും, റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ കുഞ്ഞിൻ്റെ പേര് ഇതിൽ വലിച്ചിടുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും തോന്നുന്നില്ല. ദിയാമോളുടെ ഉമ്മ അതാ പറഞ്ഞത്, എന്തൊരു വീഡിയോ ഇടുമ്പോഴും ഇങ്ങനെ ഈ ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എന്ന് എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. ഈ വീഡിയോ ഒക്കെ കാണുന്ന ഞങ്ങൾക്ക് തന്നെ ഈ തമ്പനയിൽ ഈ വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു. അപ്പോൾ ദിയാമോളുടെ വീട്ടുകാരുടെ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് റീച്ചിന് വേണ്ടിയിട്ട് വെറുതെ ആ ഒരു കുഞ്ഞിൻ്റെ പേര് ഇതിന് വലിച്ചഴിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതുപോലെ തന്നെ ആർക്കും യോജിപ്പില്ല. ദിയാമോളുടെ ഉമ്മാക്കാണെങ്കിലും ഇതിന് യാതൊരു ഇതുമില്ല. അപ്പോൾ ദിയാമോളുടെ ഉമ്മാനെയും ആ കുടുംബത്തെ ഓർത്തെങ്കിലും കൂൾ ഗ്രേപ്പ് ഇങ്ങനെയുള്ള ഇത് ചെയ്യരുത്, ഇനി മേലാൽ ഇങ്ങനെയുള്ളത് ചെയ്യരുത്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എനിക്ക് നിങ്ങളുടെ വീഡിയോകളിനോടൊരു ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതെന്താണ് ജുനൈദിൻ്റെ അന്വേഷണത്തിന് കാര്യത്തിന് എല്ലാം ഒപ്പം നിൽക്കുന്ന ആൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, കൂടെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നു, അന്വേഷണ കാര്യങ്ങൾക്കൊക്കെ ഒപ്പം നിന്നു. ജുനൈദിൻ്റെ വീഡിയോയിൽ തന്നെ എല്ലാം പരാമർശിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മേലാൽ ഇങ്ങനെയുള്ള ഇത് കൂൾ ഗ്രേപ്പ് ചെയ്യരുത്. തമ്പനയിലൊന്നും വീഡിയോ മറ്റൊന്നും ആക്കി ചെയ്യരുത്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് ആസ്പദമാക്കിയിട്ടുള്ള തമ്പനയിൽ കൊടുക്കുക. എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി ഇങ്ങനെയുള്ളൊരു ഇത് ചെയ്യരുത്. തെണ്ടിത്തരം തന്നെ പറയണം ഇതിന്, അല്ലാതെ എന്ത് പറയാനാണ്? തമ്പനയിലൊന്നും ഇതും വെച്ചിട്ട് യാതൊരു ഇതും ഇല്ലാതെ ചുമ്മാ കടന്നിട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് ശരിക്കും അത് ദേഷ്യം വന്നത്. നമ്മളുടെ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തിനാ നമ്മൾ അങ്ങനെ ആ ഒരു കുടുംബം അത്രയും വേദനിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിനിടയിൽ കൂടെ ചുമ്മാ ഇങ്ങനെയുള്ള ഓരോ വീഡിയോകൾ കാണുമ്പോൾ അവരുടെ മനസ്സ് അത്രത്തോളം നോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തമ്പനയിലും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തമ്പനയിലുമായിട്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇത് മാറ്റി പിടിക്കണമെന്നാണ് എനിക്ക് കൂൾ ഗ്രേപ്പിനോട് പറയാനുള്ളത്. ഇനി ദയവ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഒരുപാട് പറഞ്ഞു, അന്ന് ആ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് എന്താണോ കണ്ടന്റ് ഉള്ളത് ആ കണ്ടന്റിനനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം. അല്ലാതെ തോന്നിയ പോലുള്ള ഇതല്ലല്ലോ ചെയ്യേണ്ടത്. എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ദിയ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ എനിക്ക് കൂൾ ഗ്രേപ്പിനോട് പറയാനുള്ളത്, ഇനി മേലാൽ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ ചെയ്യരുത്. വീഡിയോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, തമ്പനയിൽ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.